friends, welcome back to my YouTube channel. So in this video let me show you how to transfer a pattern using mobile phone into a paper. Okay, so ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിൻ്റെ ശേഷം പേപ്പർ കോപ്പി എന്ന് സെർച്ച് ചെയ്യുക. സോ ആപ്പിൻ്റെ പേര് പേപ്പർ കോപ്പി എന്നാണ്. അന്ന് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഡയറക്റ്റ് നമ്മൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മളുടെ ഗാലറിക്കാണ് പോവുക. സോ വി ക്യാൻ ചൂസ് ഫോട്ടോ ഫ്രം ദർ. സോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്കിതിൽ സെലക്ട് ചെയ്യാം. അത് നമുക്ക് വലുതാക്കണമെങ്കിൽ അത്ര വലുതാക്കിയിട്ടും അത്ര ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ചെറുതാക്കിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വേണ്ട സൈസിൽ നമ്മൾ ഇനി പിക്ചർ ആക്കിയതിന് ശേഷം നമ്മളൊരു A4 ഷീറ്റിലോട്ട് അത് ട്രേസ് ചെയ്യാൻ പോവാണ്. സോ ഞാനിവിടെ ഒരു 150-160 റേഞ്ചിൽ അതിൻ്റെ സൈസ് ആക്കിയിട്ട് അതിൽ ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ലോക്ക് ചെയ്തു. സോ ഇനി നമുക്ക് നമ്മുടെ ഇമേജ് നമ്മൾ എങ്ങനെ ആക്കിയാലും അത് നീങ്ങില്ല. ഇനി നമുക്കൊരു പെൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഇമേജ് ട്രേസ് ചെയ്യാൻ പോവാണ്. നമുക്കിനി വേണമെങ്കിൽ നമ്മളുടെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇരുട്ടുള്ള സ്പേസിലോട്ട് നീങ്ങിയാലും മതി. സോ ഇനി നമുക്ക് ട്രേസ് ചെയ്ത് തുടങ്ങാം. ആക്ച്വലി ഞാനത് ജസ്റ്റ് ട്രയൽ കാണിക്കുന്ന കാരണം അത്ര വൃത്തിക്കല്ല ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുക. സർക്കിൾസൊക്കെ നല്ലപോലെ മാർക്ക് ചെയ്യണം. സോ നമ്മളുടെ പാറ്റേൺ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളുടെ ഈ ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിലുള്ള വോളിയം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ലോക്ക് ഓപ്പൺ ആവും. സോ ഇനി നമ്മളിതിൽ ഒരു ലെറ്റർ എങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. സോ ലെറ്റർ ആദ്യം ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് ട്രേസ് ചെയ്യണം.